ആദ്യം രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായം പറയാം. അത് CPIയും കൂടെ ഒത്ത് കളിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. കാരണം ഗോവിന്ദൻ മാഷിൻ്റെ ഓരോ വാക്കും ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ്. ഏത് CPI എന്ന് ചോദിച്ചതെന്ന് വളരെ വ്യക്തമാണ്. വിവാദമുണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. CPI LDFിൽ തന്നെ നിൽക്കും. അതിനു മുമ്പ് കുറച്ച് നാടകം അത് CPM ഓഫീസ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CPIക്കാർ ചെയ്യും. എത്ര അവർ ശ്രമിച്ചാലും അയ്യപ്പൻ പിടിയല്ല. കാരണം അത്രമാത്രം കളവ് നടത്തിയിട്ടുണ്ട്. രണ്ടു കൂട്ടരും കൂടെ ശ്രമിച്ചാൽ. ഇനി അതിൻ്റെ PM ശ്രീയെ പറ്റി പറയാം. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്. ഒരു ചാനലും അത് കൊടുത്തില്ല. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. 1976 42ാം ഭരണഘടന അനുസരിച്ച് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതായത് കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയേ ചെയ്യുള്ളൂ കേന്ദ്രം. PM ശ്രീയുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് PM ശ്രീയിൽ എല്ലാവർക്കും അറിയാം 5+3+3+4 അതാണ് അതിൻ്റെ രീതി. അതായത് 3ാമത്തെ വയസ്സ് മുതൽ നമ്മുടെ പ്ലേ സ്കൂൾ ഉൾപ്പെടെയുള്ള തുടങ്ങിയിട്ട് 5 വർഷം, അത് കഴിഞ്ഞ് 3 വർഷം, 6ാം ക്ലാസ് എത്തുന്ന അവസരത്തിൽ വൊക്കേഷണൽ കോഴ്സുകൾ കൊടുക്കണം. 6ാം ക്ലാസ്സിൽ ഒരു 11 വയസ്സാകുമ്പോൾ മുതൽ വൊക്കേഷണൽ ഇത് കൊടുക്കുകയും അവർ ഇൻറ്റേൺഷിപ്പിന് പോകണം. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രീസിലാണ്. അതിന് ശേഷം മുകളിലേക്കുള്ള ക്ലാസ്സുകളിൽ സ്കിൽ ട്രെയിനിങ്ങുകൾ കൊടുക്കണം. +2 കഴിയുമ്പോൾ ഈ കുട്ടിക്ക്, അതായത് ജോലിക്ക് ഉള്ള ഒരു ഏജാണല്ലോ 18, ആ കുട്ടിക്ക് ജോലി ചെയ്യാവുന്ന അല്ലെ സ്വയം ജോലി ചെയ്യാവുന്ന സംവിധാനത്തിൽ അവനെത്തും. അതേസമയം ഡിഗ്രിക്ക് ചേരാം. ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ആ കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് ജോലി ചെയ്യണം അല്ലെ സ്വയം ജോലി ചെയ്യണം എന്ന് തോന്നിയാൽ ആ കോഴ്സ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. പണ്ടങ്ങനെയല്ല. ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തുടങ്ങാം. ഇനി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സയൻസ് സ്ട്രീമിൽ ചേരുന്നവർക്ക് ആർട്സ് എടുക്കാൻ പറ്റില്ല. ഇപ്പം ആർട്സ് എടുക്കുന്നവർക്ക് സയൻസ് എടുക്കാം, സയൻസ് എടുക്കുന്നവർക്ക് ആർട്സ് എടുക്കാം അഡീഷണലായിട്ട്. അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് തോന്നുകയാണ് സയൻസ് ഞാൻ എടുത്തു, സയൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അയാൾക്ക് കംപ്ലീറ്റ് മാറ്റിയിട്ട് അത് ആർട്സ് ആക്കാൻ സാധിക്കും. ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ തന്നെ. അതുപോലെ തന്നെ ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഓണേഴ്സ് കോഴ്സാണ്. ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3+1 ആണ്. 3 വർഷം കഴിയുമ്പോൾ ആ കുട്ടിക്ക് വേണമെങ്കിൽ ഡിഗ്രി കിട്ടും. ഡിഗ്രി പൂർത്തിയാക്കി അയാൾക്ക് മാറാം. 1 വർഷം കൂടെ അയാൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം PhDക്ക് 75% മാർക്കുണ്ടെങ്കിൽ നേരെ PhDക്ക് പോകാം. PGക്ക് പോകണമെന്നില്ല. 75% മാർക്കില്ലെങ്കിൽ PGക്ക് 1 വർഷമേ ഉള്ളൂ. PG ഇതാണ് ഇതിൻ്റെ അകത്തെ സംവിധാനം. ഇതിൻ്റെ അകത്ത് എവിടെയാണ് കാവിയിരിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. മാത്രമല്ല ഒരു നിർബന്ധവും ഇല്ല. കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിൻ്റെ അകത്ത് കേന്ദ്രത്തിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കലുമില്ല. 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ മുതൽ സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കേസുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും, ഇപ്പോഴല്ല, ഈ നമ്മുടെ NEP വരുന്ന അവസരത്തിലല്ല, അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിന് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല, സംസ്ഥാനമാണ് തീരുമാനിക്കുന്നത്. ഇനി ഭാഷ, ചില സംസ്ഥാനങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് ആ വിഷയമില്ല. 3 ഭാഷയെന്നാണ് പറയുന്നത്. ഒന്ന് മാതൃഭാഷയായിരിക്കണം, വേറെ 2 ഭാഷകൾ. അത് നിങ്ങൾക്ക് ഇന്ത്യൻ ഭാഷകളെടുക്കാം. ഒരു നിർബന്ധമില്ല ഇന്ന ഭാഷയായിരിക്കണമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ആ വിഷയമില്ല, വേറൊരു ഭാഷ നിങ്ങൾക്ക് പഠിക്കാം. അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഭാഷയുടെ കാര്യത്തിൽ നിർബന്ധം എന്ന് പറയുന്നത് അത് സർക്കാർ സ്റ്റേറ്റ് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ആ 5 ഉണ്ടല്ലോ, അതായത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ മാതൃഭാഷയാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നോർത്തുകൊണ്ട് വേറെ ഭാഷ പഠിപ്പിക്കരുതെന്നില്ല, അത് ഇംഗ്ലീഷ് പഠിപ്പിക്കരുതെന്നോ അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ അകത്ത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ 5 വർഷം, 5ാം ക്ലാസ് വരെയല്ല, 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയും മാതൃഭാഷയിൽ പഠിപ്പിക്കണം എന്നേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നാടകമാണ്.